ഹലോ കുട്ടികളെ, അപ്പോൾ ഞാൻ മൈ ബ്യൂട്ടിഫുൾ എന്നുള്ള ക്ലാസ് ഇവിടെ എടുക്കാൻ പോവുകയാണ്. 3ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഇവിടെ ശ്രദ്ധിക്കണം. 1, 2, 3 ഒക്കെ ഒളിപ്പിച്ചാണ്. അപ്പം 1ാം ക്ലാസ്സിന് വർക്ക് ബുക്കിൽ വേറെ ഏതെങ്കിലും ഒരു പണിയുണ്ട്, അതിങ്ങനെ യോജിപ്പിക്കാൻ അലിമാനെ അതെടുക്കുക ചെയ്യാം. പിന്നെ 2ാം ക്ലാസ്സുകാർ ഇസ്ലാം കാര്യങ്ങൾ എന്തൊക്കെയാണ് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കേൾക്കട്ടോ. ഐ ആം ബ്യൂട്ടിഫുൾ. അരുൺ ലീവ്സ് ഇൻ എ ബ്യൂട്ടിഫുൾ കൺട്രി. അരുണ് ജീവിച്ചിരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്ന ഒരു കൺട്രിയിലായിരുന്നു. ബ്യൂട്ടിഫുൾ കൺട്രി. അരുൺ ലീവ്സ് ബ്യൂട്ടിഫുൾ കൺട്രി. There is a great old banana tree near his house. ഈ ഓൾഡ് എന്ന് പറഞ്ഞാൽ പയ്യെ, ഏറ്റവും പയ്യെ ഒരു ബനാന ട്രീ അവൻ്റെ വീടിനടുത്തുണ്ടായിരുന്നു. അപ്പുറത്തെ ഈ പിക്ചറിലുണ്ട് കേട്ടോ. ഈ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ? ഓക്കെ, ഈ പിക്ചറിൽ കാണും. ഇതാ 18 അപ്പുറത്ത് ഉണ്ടാവും കേട്ടോ. ബ്യൂട്ടിഫുൾ ബേർഡ്സ് നെസ്റ്റ്. അവിടെ നല്ല ആ ഓൾഡറായ ബനാന ട്രീൻ്റെ മേത്ത് ഒരു ബ്യൂട്ടിഫുൾ, വളരെ മനോഹരമായൊരു ബേർഡിൻ്റെ, പക്ഷികളുടെ ഒരു കൂടുണ്ടായിരുന്നു. നിയർസ് ദമ്മ്, അവൻ്റെ വീടിൻ്റെ അടുത്ത്. There is a lovely pond. അവിടെ അവനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു പോണ്ടുണ്ട്. വിത്ത് fragrant water, sleeves and plants of colorful shining. അവിടെ ആ പോണ്ടിൻ്റെ ചുറ്റും വാട്ടർ ഉണ്ട്. ലീസസ് എന്ന് പറഞ്ഞാൽ വെള്ളം. ലീസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പുല്ലിൻ്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മളെ ചെടികൾ ഇതൊക്കെ ഉള്ളത്. പ്ലാന്റ്സ് ഉണ്ട് ഓഫ് വെരി കളർഫുൾ, നല്ല ഭംഗിയായിട്ടുള്ള ഓരോരോ നിറങ്ങളാണ് അവിടെ ഉള്ളത്. ബ്യൂട്ടിഫുൾ കളർ, നല്ല രസകരമായുള്ള കളറ്. ഷൈന്, ആ ബ്യൂട്ടിഫുൾ കളറിൻ്റെ ഒരു ഷൈൻ എന്ന് പറഞ്ഞാൽ വെളിച്ചം അവിടെ ഉണ്ടായിരുന്നു. ദെയർ ആർ വെയിറ്റ് ഓഫ് കേട്ടോ, അതറിയാതെ നായതാണ്. ഒരു മിനിറ്റ്. അപ്പോൾ അതായത് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കണമെന്നുണ്ട്. ഞാൻ ഇവിടെ ഇന്നലെ ക്ലാസ് എടുക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ വെച്ചത് ഇതിലാണ്, ക്ലാസ്സിലാണുള്ളത്. ഞാൻ കുറച്ച് അവരോട് സംസാരിക്കും. നിങ്ങൾ എന്താണെന്ന് പറയുന്നത് ഇപ്പം വരാമെന്ന് ഇപ്പം നിൽക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ അവരോട് സംസാരിച്ചിട്ട് ഓക്കെ എന്ന് പറയും. ഓക്കെ, അപ്പം ഇപ്പോഴെത്തി. വെരി ഗുഡ് കേട്ടോ. വെരിറ്റ് ഓഫ് ദയർ വേൾഡ് ഫ്ലവർ ഗ്രോയിങ് എന്നുവെച്ചാൽ അവിടെ വളരെ അധികം വേൾഡ്, നമ്മളെ വേൾഡ് എന്ന് പറയുമ്പോൾ പുറത്ത് എന്നുവെച്ചാൽ മൃഗങ്ങളൊക്കെ വേൾഡ് അനിമൽസിലെ അങ്ങനത്തെ വേൾഡ് ഫ്ലവേഴ്സ് ഗ്രോ. ഫ്ലവേഴ്സ് ഇങ്ങനെ പൊന്തി വരും. ഗ്രോ ചെയ്യുന്ന പറഞ്ഞാൽ വളരും. ഗ്രോയിങ് നിയർ ദ പോണ്ട്. ആ പോണ്ടിൻ്റെ എന്ന് വെച്ചാൽ ആ കുളത്തിന് എടുത്തായിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ വളർന്നു വരും. ലഷ് ഗ്രീൻ പട്ട് ഫീൽഡ്. ആ ഗ്രീൻ പച്ച പുല്ലുമ്മലൊക്കെ ഇങ്ങനെ ഫെൽഡ് എന്ന് പറഞ്ഞ നമ്മളിങ്ങനെ പുഴുക്കളൊക്കെ ഉണ്ടാവില്ല, അത്. സ്റ്റിക്ക് ഓഫ് ഹൈ ആൻഡ്, ആ സ്റ്റിക്ക് നല്ല ഒട്ടിപ്പിടിക്കുന്ന സ്റ്റിക്ക് ഓഫ് ഹൈ, ഏറ്റവും മേലെ ഒരു സ്റ്റിക്ക് ഉണ്ടെന്ന് വെച്ചാൽ മരത്തിൻ്റെ കൊമ്പ്. ആൻഡ് പിന്നെ എ മേഡ്
റോഡ്, അതൊരു മെയ്ഡ്. ഇങ്ങനെ നമ്മൾ റോഡൊക്കെ ഉണ്ടാക്കൂലേ, മെയ്ഡ് റോഡ് ഉണ്ടാക്കി. ദാറ്റ് ലേഡീസ് ടു ഹീസ്, നമ്മളെ പെണ്ണുങ്ങളെ ലേഡീസ് വിളിക്കൂലേ, ആ ലേഡീസുകൾക്ക് പെണ്ണുങ്ങൾക്ക് നടക്കാനുള്ളത്. വില്ലേജ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അവൻ നിൽക്കുന്ന ആ വില്ലേജ് നല്ല ബ്യൂട്ടിഫുൾ ആണ്, നല്ല മനോഹരമായുള്ള സ്ഥലമാണ്. ലാൻഡ് സ്പേസ് അറൗണ്ട് അരുൺ ലവ്സ് ടു സ്പെൻഡ്, ആ ലാൻഡ്, ആ നല്ല വലിയൊരു ലാൻഡിൽ, ആ സ്പേസിൽ, ആ ലാൻഡ് സ്പേസിൽ എന്ന് വെച്ചാൽ ആ സ്ഥലത്തിൽ, അവൻ നിൽക്കുന്ന ഒരു സ്ഥലത്തിൽ അറൗണ്ട്, അവൻ ചുറ്റും, അരുൺ ലവ്സ്, ചുറ്റും അവനക്ക് ഇഷ്ടമായി. ടു സ്പെൻഡ്, എനിക്ക് അവിടെ നിൽക്കാൻ. ടു ദ ഈവനിങ് വാച്ചിങ് ദ ഫ്ലൈറ്റ്, അവന് വൈകുന്നേരം ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഫ്ലൈറ്റ് കാരണം പൂക്കൾ ഇങ്ങനെ വിതർച്ചെരുതി നിൽക്കുകയാണ്. ഓഫ് ദ ബേർഡ്സും എന്നുവെച്ചാൽ പക്ഷികളും. റഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പൊട്ടിയ. ടു ദയർ നെസ്റ്റ്സ് ആൻഡ് എഗ്സ്, എന്ന് വെച്ചാൽ ആ പൊട്ടിയൊരു കൂടിൽ ആ കിളി ഇങ്ങനെ മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു, വിരിയാണ്. എവിടെ? he gets time, അവനക്കത് നോക്കാനുള്ള ടൈംസ് കിട്ടി. he was wonderful joy, അവൻ വളരെ അധികം മനോഹരമായി കളിച്ചു. himself, അവനൊറ്റക്ക്. the beauty of natural, ആ ഒരു ബ്യൂട്ടി, സാധാ ഒരു കളർഫുള്ളായ ഒരു നല്ല വളരെ ബ്യൂട്ടി എന്ന് വെച്ചാൽ നമ്മളെ മുഖത്തേക്കുള്ളൊരു ബ്യൂട്ടി ഇല്ലേ, അതേപോലെ നാച്ചുറൽ, വെറും നമുക്ക് ആദ്യമുള്ളൊരു ബ്യൂട്ടി. അറൗണ്ട് ഹിം, ആദ്യമുള്ളൊരു ബ്യൂട്ടി അവൻ ഫുൾ അറൗണ്ട് ചെയ്ത് കണ്ടു. അങ്ങനെ തേർഡ് കുട്ടികൾക്കുള്ള ചാപ്റ്റർ ഫിനിഷ്. അപ്പോൾ താങ്ക് യു, വെൽക്കം ടു മൈ വീഡിയോ. ഓക്കെ, ടാറ്റാ.